പെൻഷൻ ന്യൂസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. 2 മാസത്തെ പെൻഷൻ വിതരണത്തിനൊരുങ്ങുമ്പോൾ സഹകരണ ബാങ്കുകളുടെ കൺസോർഷ്യം വഴി 3000 കോടി രൂപയോളം വായ്പയെടുക്കുന്നതിന് വേണ്ടിയാണ് സർക്കാർ ലക്ഷ്യമിട്ടിരിക്കുന്നത്. ക്രിസ്മസിന് മുൻപായി 2 മാസത്തെ തുക വിതരണം പൂർത്തിയാക്കുന്ന രീതിയിലാണ് വിതരണ ക്രമീകരണം. സാധാരണക്കാർക്ക് വലിയൊരു ആശ്വാസമായിട്ട് ഈ തുക എത്തിച്ചേരും. ഇതോടൊപ്പം തന്നെ നാളുകളായി നിർമ്മാണ തൊഴിലാളി പെൻഷൻ കുടിശ്ശികയാണ്. ഈ പെൻഷനും വിതരണം ചെയ്യുന്ന കാര്യങ്ങളിൽ തീരുമാനമായിട്ടില്ല. സർക്കാരിൻ്റെ പ്രത്യേക സാമ്പത്തിക സഹായം ലഭ്യമായെങ്കിൽ മാത്രമേ ആനുകൂല്യം വിതരണം ചെയ്യാൻ സാധിക്കുകയുള്ളൂ. വിതരണം വൈകുന്നതുകൊണ്ട് തന്നെ വിവിധ മേഖലകളിൽ ഇതുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളാണ് ഉയർന്നു വരുന്നത്. ഇതിന്റെ പശ്ചാത്തലത്തിൽ 1-2 ഗഡുക്കൾ അനുവദിക്കാനും സാധ്യതയുണ്ട്. സാമൂഹിക സുരക്ഷാ പെൻഷൻ സ്കീമിൽ ഉള്ളവർക്ക് 1600 രൂപ ലഭിക്കുന്നതിന് ഓഫ്ലൈൻ പരിശോധന, അതായത് ഉദ്യോഗസ്ഥർ വീടുകളിലെത്തിയുള്ള പരിശോധന പല മേഖലകളിലും നടക്കുന്നുണ്ട്. പരാതി ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഉദ്യോഗസ്ഥർ നേരിട്ടെത്തി പരിശോധിക്കുന്നതാണ്. ഭൗതിക നിലപാടാണ് പരിശോധിക്കുന്നത്. അതായത് വീടിന്റെ വിസ്തീർണം, വീട്ടിൽ AC ഉണ്ടോ, വാഹനം, ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം പരിശോധിച്ച് ഉറപ്പുവരുത്തും. ഈ രീതിയിലെല്ലാം കർശന പരിശോധന തന്നെയാണ് ഇപ്പോൾ നടക്കുന്നത്. പരിശോധന ശക്തമാകുന്നതോടെ പ്രതിഷേധങ്ങളും ശക്തമാക്കുന്നുണ്ട്. പുതുതായി പെൻഷൻ അപേക്ഷിക്കുന്നവരുടെ മാനദണ്ഡങ്ങളെല്ലാം പരിശോധിച്ച് ഉറപ്പുവരുത്തിയതിനു ശേഷം മാത്രമേ പുതുതായി പെൻഷൻ അപ്രൂവ് ചെയ്യുന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് സർക്കാർ പ്രവേശിക്കുകയുള്ളൂ. സംസ്ഥാനത്ത് പ്രകടന പത്രികയിലൂടെ സർക്കാർ അറിയിച്ച പെൻഷൻ വർധനവ് ഇപ്രാവശ്യം ഉണ്ടായിരിക്കുമെന്ന സൂചനകളാണ് സർക്കാർ നൽകുന്നത്. ക്ഷേമ പെൻഷൻ 1600 രൂപയിൽ നിന്നും 100-200 രൂപയൊക്കെ വർദ്ധിപ്പിച്ചേക്കും. 1600 ലഭിക്കുന്നവർക്ക് 1700 രൂപ വരെ ലഭിക്കും. അത് 2025 ബജറ്റിലാണ് ഇത് സംബന്ധിച്ച പ്രഖ്യാപനം ഉണ്ടാവുക. ഇതോടൊപ്പം തന്നെ ഭിന്നശേഷിക്കാർക്ക് ലഭിക്കാനുള്ള ആനുകൂല്യങ്ങൾ അത് മറ്റു പെൻഷൻ വിഭാഗക്കാരേക്കാൾ കൂടുതലായി ലഭിച്ചേക്കും. 2000 രൂപ വരെയാക്കി പെൻഷൻ ഉയർത്തിയേക്കുമെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. ഭിന്നശേഷിക്കാർക്ക് പ്രത്യേക പരിഗണന കൂടി നൽകിയേക്കുമെന്നാണ് പുതിയ റിപ്പോർട്ടുകൾ. ക്ഷേമ പെൻഷൻകാർക്ക് 2024 മാർച്ച് മാസം മുതൽ മുടങ്ങാതെ പെൻഷൻ എത്തിച്ചേരുന്നുണ്ട്. ഈ മാസവും പെൻഷൻ വിതരണം ഉണ്ടാവും. ക്രിസ്മസ് പുതുവത്സരം പ്രമാണിച്ച് 2 മാസത്തെ ഗഡു ഒരുമിച്ച് നൽകുകയാണ്. ഇതോടൊപ്പം തന്നെ പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധിയുടെ 19ാമത്തെ ഗഡു വിതരണത്തിന്റെ കാലാവധി ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട്. ഓരോ ഗുണഭോക്താക്കൾക്കും 2000 രൂപ വീതം, അതായത് വർഷത്തിൽ 6000 രൂപയാണ് വിതരണം ചെയ്യുന്നത്. 2024 ഡിസംബറിൽ ആരംഭിച്ച് മാർച്ച് മാസം അവസാനിക്കുന്ന രീതിയിലാണ് ക്രമീകരണം ചെയ്തിരിക്കുന്നത്. സഹായ വിതരണം ക്രിസ്മസിൻ പുതുവത്സരം പ്രമാണിച്ച് നേരത്തെയാകാൻ സാധ്യതയുണ്ട്. ഈ ആനുകൂല്യങ്ങൾ എത്തിച്ചേരുന്നത് കഴിഞ്ഞ മാസത്തെ തുക അക്കൗണ്ടുകളിലേക്ക് ലഭിച്ച എല്ലാവർക്കും ഈ തുകയും എത്തിച്ചേരും. യാതൊരു ക്രമീകരണങ്ങളും ഇനി കർഷകർ ചെയ്യേണ്ട ആവശ്യമില്ല. EKYC, ലാൻഡ് സീഡിംഗ്, ആധാർ ബാങ്ക് അക്കൗണ്ട് സീഡിംഗ് ഇതെല്ലാം പൂർത്തീകരിച്ച കർഷകർക്കാണ് കഴിഞ്ഞ പ്രാവശ്യമെല്ലാം തുക ലഭ്യമായത്. തുക മുടങ്ങിയവർ ഇക്കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തുക. അപ്പോൾ നിങ്ങൾക്ക് മുൻപ് മുടങ്ങിയ തുക കൂടി ചേർത്ത് ഒരുമിച്ച് ലഭിക്കും. ഇതോടൊപ്പം തന്നെ തുക വർധനവ് ഉൾപ്പെടെയുള്ള സൂചനകൾ വരുന്നുണ്ട്. 2025 ബജറ്റിൽ ഒരുപക്ഷെ ഇത് സംബന്ധിച്ച വിശദീകരണം ഉണ്ടാവും. എല്ലാ രേഖകളും സമർപ്പിച്ചിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തുകയാണ് കർഷകർ ചെയ്യേണ്ടത്. കർഷകർക്ക് അവർ ചെയ്യുന്ന കൃഷി ഇൻഷുർ ചെയ്യുന്നതിനുള്ള അവസരം ഈ മാസം 31 അവസാനിക്കുകയാണ്. ചെറിയ പ്രീമിയം മാത്രം നമ്മൾ അടച്ചാൽ മതിയാകും. വലിയൊരു ഇൻഷുറൻസ് ഇതിലൂടെ നമുക്ക് ലഭ്യമാകുന്നു. അക്ഷയ സെന്റർ മുഖേന ഈ ഇൻഷുറൻസിലേക്ക് രജിസ്റ്റർ ചെയ്യുന്നതിലേക്ക് സാധിക്കുന്നു. കരമടച്ച രസീത് ഉൾപ്പെടെയുള്ള രേഖകൾ, ആധാർ, മൊബൈൽ നമ്പർ, ഇങ്ങനെയുള്ള വിവിധ കാര്യങ്ങളെല്ലാം നമ്മൾ സമർപ്പിക്കേണ്ടതായിട്ട് വരും. ആധാറുമായി ലിങ്ക് ചെയ്ത ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് മാത്രമാണ് കേന്ദ്ര സഹായം എത്തിച്ചേരുക. എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും നിങ്ങളിലേക്കെത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.